ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന നാളെ റിലീസാകാൻ വേണ്ടി പോകുന്ന സിനിമയുടെ ഒരു ട്രെയിലർ ഡീകോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ട്രെയിലറിനെ പറ്റി പറയാനാണെങ്കിൽ ട്രെയിലർ ഇതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ലൈക്ക് മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഒരു പശ്ചാത്തലങ്ങളൊക്കെയാണ് ഒരു കളർ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ വന്നിട്ട് ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി, RDX ഈ സിനിമയൊക്കെ എടുത്തേക്കുന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് ഈ ഒരു സിനിമ ഒരു നിർമ്മാണം ചെയ്യാൻ വേണ്ടി പോകുന്ന ധ്യാൻ ശ്രീനിവാസനാണ് പ്രധാനപ്പെട്ട ഒരു വേഷം ഈ സിനിമയിൽ ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഇപ്പോൾ നിരവധി സിനിമകളും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫൺ എലമെൻറ്റ്, ഒരുപാട് തഗ് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് പുള്ളിയുടെ ഒരു മാനർസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെയാണ് സിനിമ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ധ്യാൻ ആണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആയിട്ട് ഈ സിനിമയിൽ വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒട്ടനവധി തരങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു സിജു വിൽസനും ഒരു റോളും ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊരു എനിക്കിത് കണ്ട സമയത്താണെങ്കിൽ തോന്നുന്നൊരു കാര്യം, ഇവർ പറയുന്ന ഈ ഒരു തീമിന് നല്ലൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരാണ് കില്ലർ, സീരിയൽ കില്ലർ എന്ന രീതിക്കുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഒരു ഗ്രാമത്തിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു ശാന്തം, സുന്ദരം, സമാധാനം എന്നിയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഒരു റോണി ഡേവിഡിൻ്റെ ആ ഒരു കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു മർഡറും പിന്നെ ആ ഗ്രാമത്തിൽ കുഞ്ഞു കുഞ്ഞു കേസും കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം വെച്ച് നമ്മുടെ ഒരു ധ്യാൻ ശ്രീനിവാസനൊക്കെയാണ് ഇതിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ചെറിയ ചെറിയ കേസ് അന്വേഷണവും കാര്യങ്ങളും കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ഒരു മർഡർ കേസ് കിട്ടി എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ആ ഒരു സംഭവം ഒരു വലിയ പ്രശ്നമായി മാറുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ട്രെയിലർ നമ്മളെ കാണിക്കുന്നത്. ട്രെയിലർ നല്ലൊരു പ്രോമിസിങ് ട്രെയിലറാണ്. ഇപ്പം നമുക്ക് ആരാണ് ആ ഒരു കില്ലർ എന്നൊക്കെ പല അഭ്യൂഹങ്ങളും കാര്യങ്ങളും കൊണ്ട് നമുക്ക് സംശയം ഉള്ള രീതിക്കുള്ള ഒരു തീമും ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ട്രെയിലർ നമുക്ക് തരുന്നുണ്ട്. ഒരുപാട് എക്സ്പെക്റ്റേഷനാണ് നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം ഈ ഒരു കില്ലർ ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ മോട്ടീവും കാര്യങ്ങളെന്നൊക്കെയാണ്. ആ രീതിക്കാണ് ഈ ഒരു സ്റ്റോറി ലൈനും കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ ആൻഡ് രാഹുൽ ജിയാണ് ഈ സിനിമയുടെ ഒരു റൈറ്റിംഗ് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അവരുടെ ഒരു സ്ക്രിപ്റ്റ് വർക്കിൽ ഏക പ്രതീക്ഷയുള്ള ഒരു കാര്യം ഈ കില്ലർ ആരായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. പിന്നെ കുറച്ച് അവിശ്വസനീയമായ കുറച്ച് സീക്വൻസും കാരണം കാണാൻ വേണ്ടി പറ്റി, അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. അതായത് ഒരു മർഡർ ചെയ്യുന്ന ഒരാൾ ആ ഒരു കൊലപാതകം ചെയ്തിട്ട് ആ ഒരു കൊലപാതകം ആ ഒരു ബോഡി ആ ഒരു ആൽമരത്തിൻ്റെ മുകളിൽ കൊണ്ട് കെട്ടിത്തൂക്കിടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോഡിയും ചുമന്ന് ഈ ഒരു ആൾമരവും കടന്ന് ഒരാൾക്ക് പോലും അങ്ങോട്ട് കയറിപ്പോകാൻ വേണ്ടി അല്ലെങ്കിൽ അമാനുഷികമായ എന്തെങ്കിലും സംഭവം കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അതൊരു ലോജിക്കില്ലാത്ത ഒരു സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അത് മറ്റു രീതിക്കൊന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാമായിരുന്നു. പിന്നെ ഒരു വയലിൽ കിടന്ന ഒരു ഡെഡ് ബോഡി കാര്യങ്ങളൊക്കെ അതൊക്കെ ആർട്ടിഫിഷ്യലി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. മെയിനായിട്ട് നമുക്ക് കില്ലർ ആരാണ്, എന്തായിരിക്കും മോട്ടീവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ആവേശം നമുക്ക് ഒരുപാട് കൂടുതലാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊരു ലൈക്ക് നമ്മുടെ കുഞ്ഞിരാമായണം, മിന്നൽ മുരളി ആ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന ഒരു സ്റ്റോറി ലൈനോട് കൂടി പറഞ്ഞ ഒരു മികച്ച സിനിമയായി മാറുമെന്നാണ് ഇതിൻ്റെ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ. ഏറ്റവും അറിയേണ്ടത് ആ ഒരു കില്ലർ ആരാണെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു സസ്പെൻസാണ്, ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഈ ഒരു സിനിമ. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പ്രതീക്ഷകൾ ഏറെയാണ്. ഇതെങ്കിലും ഒരു മികച്ച സിനിമയെ മാറട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഓൾ ദ ബെസ്റ്റ് കൂടെ പറഞ്ഞ് നിർത്തിയാണ്. ഇതാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയുള്ള ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ. ഒരു ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു ലുടുക്കായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് അദ്ദേഹത്തിൻ്റെ മർഡർ കേസും കാര്യങ്ങളും കിട്ടുകയാണ്. അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു കാര്യങ്ങളും തീരുമ്പോൾ പിന്നെ ഒരു ഗ്രാമത്തിൽ ഒരു സീരിയൽ കില്ലർ വരികയാണ്. ആ ഒരു കാര്യങ്ങളും അവിടെ നല്ല പോലെ പോകേണ്ട ഒരു ഗ്രാമം പിന്നെ ഒരു ഭയാനകമായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നതും അത് കുറച്ചും കൂടി ഫൺ എലമെൻ്റ് ഒരു പീസായിട്ടുള്ളൊരു ഗ്രാമത്തിലുള്ളൊരു കാര്യമായതുകൊണ്ട് ഒരു ഗ്രാമീണ പശ്ചാത്തല സിനിമയായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട കുറച്ച് തീമും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത. ഇനി കില്ലർ ആരെന്നുള്ള കാര്യങ്ങളും കൂടെയൊക്കെ നമുക്ക് സസ്പെൻസായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്താണ് മോട്ടീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ആരാണ് വില്ലൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊരു പ്രതീക്ഷ തരുന്ന ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ ആ ഒരു ട്രെയിലറിനെ കുറിച്ച് ഡീകോഡിങ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കി അത് ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സിനിമയുടെ ഒരു ഇഷ്ടം അതുപോലെ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.